ഗൈസിലെ 15ാമത്തെ എപ്പിസോഡിലോട്ട് സ്വാഗതം ഗൈസ്. സോ ഗൈസ്, കുറേ നാൾക്ക് ശേഷം അങ്ങനെ ഞാൻ തിരിച്ചു വന്നിരിക്കുകയാണ് ഗൈസ്. സോ ഇത്ര നാളെ ഞാൻ എന്ത് ചെയ്തെന്നൊക്കെ നിങ്ങളുടെ അടുത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കഴിഞ്ഞൊരു റോബ്ലോക്സിൻ്റെ വീഡിയോയിൽ. സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ വേൾഡിന് കുറച്ച് ബഗ് അടിച്ചു. സംഭവം ഒന്നാമത്തെ ബഗ് എന്ന് പറയുന്നത് ഞാൻ എന്ത് ബ്ലോക്ക് പൊട്ടിച്ചാലും അത് കൈ കിട്ടുന്നുമില്ല. അഥവാ നമ്മൾ വേറെ ഏതെങ്കിലും ബ്ലോക്ക് വെക്കുവാണെങ്കിൽ അത് മറ്റേ നേരത്തെ പൊട്ടിച്ച ബ്ലോക്കാകാൻ പറ്റും. പിന്നെ ഈ സോൾ സാൻഡൊക്കെ മാറിയുന്നുണ്ട് ഗൈസ്. രണ്ടാമത്തെ പക്കം അതാണ്, എൻ്റെ പകുതി ഭാഗമായിട്ട് ഇതായിപ്പോയി. ഇപ്പം എൻ്റെ ഈ വീടിൻ്റെ പകുതി ഭാഗം എവിടെ ജസ്റ്റ് ഒന്നും കാണുന്നില്ലായിരുന്നു. ഇങ്ങനെ പകുതി ഭാഗം പോയി ശരിക്കും പോയതാണ്. സോൾ സാൻഡിൻ്റെ ആ സംഭവമൊക്കെ എടുത്ത് പോയി. അതൊക്കെ ഞാൻ പിന്നെ എടുത്ത് കളഞ്ഞി. അങ്ങനെ എടുത്ത് കളഞ്ഞപ്പോഴത്തേക്കും കുറേ സ്പേസ് എനിക്ക് കിട്ടുകയും ചെയ്ത്. പിന്നെ രണ്ടാമത്തെ പ്രോബ്ലം എന്ന് പറയുന്നത് എൻ്റെ ബോണ്ടിൽ ഭാഗം കാണുന്നില്ല ഗൈസ്. ഇപ്പോഴത്തുള്ള വിഷയം ഞാൻ കാണിച്ചു തരാം. ഇത് പറന്നോട്ടെ ആവശ്യത്തിന് പറക്കത്തില്ല ഇത് ഇടേ. ഓക്കെ, പറന്ന് നോക്കിയാൽ കാണാം ഗൈസ്. അതെ, ഇങ്ങോട്ട് വല്ല നിങ്ങൾ കാണുന്നുണ്ട്. പാത്തും ഇല്ല, ഒരു കുന്തും ഇല്ല. ആ സ്പോണറേ കാണുന്നില്ല ഗൈസ്. ഞാൻ അവസരം പോട്ട് കുഴപ്പമില്ല, അത് ഇങ്ങനെ ഉണ്ടാക്കാമല്ലോ എന്ന് വെച്ച് പോയി നോക്കിയപ്പോൾ ആ സ്പോണർ അവിടെ കാണുന്നില്ല. ഈ മൈൻഡ് സെറ്റാണ്. പിന്നെ ഗൈസ്, ഈ പോർട്ടലൊക്കെ ഇവിടെ ഇരിക്കുന്നുണ്ടാ. ഇതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. ആ ഒരു പോർട്ടൽ അതേ സമയത്ത് ഇന്നത്തെ വീഡിയോസ് പറയുന്നത്. പിന്നെ കുറച്ച് മാറ്റങ്ങളൂടി നമ്മൾ വരുത്തിയിട്ടുണ്ട്. സോ അതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. ഇത് തൊട്ട് നമ്മൾ ഡെയിലി അല്ല, ശനി ഞായറും നമ്മുടെ സംഭവം ചെയ്തിരിക്കും. പിന്നെ എനിക്ക് US കുറച്ച് പഠിക്കാനുള്ള ഡേയ്സ് നമ്മൾ വീഡിയോ ഇടാത്തത്. സോ നിങ്ങളനുസരിച്ച് സപ്പോർട്ട് തന്നെ നമ്മളിടും. അത് വേറെ കാര്യം, സപ്പോർട്ടൊക്കെ അത്യാവശ്യം കിട്ടുന്നുണ്ട്. സോ ഇനി നമുക്ക് വീട്ടിൽ പോയി നോക്കുന്നത് ഈ വീടിൻ്റെ സൈസൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് താഴത്തോട്ടാണ് ഉള്ളത്. താഴത്തോട്ട് നമ്മുടെ ഫാർമ് പെട്ടി കാണുന്നില്ല. ഫാർമ് പെട്ടിയിലത്തുള്ള സാധനവും കാണുന്നില്ല. അത് ഇത്രയും പെട്ടിയേ ബാക്കിയുള്ളൂ. പിന്നെ ഇതാണ് നമ്മുടെ പുതിയ ഐറ്റം. ഇവിടെ നമ്മൾ ഫർണസൊക്കെ എടുത്ത് മാറ്റിയിട്ട് ഒരു പ്രൊജക്റ്റ് ബോർഡ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. പ്രൊജക്റ്റ് ബോർഡ് പ്രൊജക്റ്റ് ബോർഡ് എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. ഇന്നത്തെ കുറച്ച് സംഭവങ്ങൾ എഴുതിച്ചിട്ടുണ്ട്. ബിൽഡ് ന്യൂ ബോൺ വിൽ ഫാം. അത് ഞാൻ പോയപ്പോൾ എഴുതിച്ചിട്ട് ഒരു വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു. അതെനിക്ക് പോയില്ല, പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരു റെയ്ഡ് കംപ്ലീറ്റ് ചെയ്യുക, പിന്നെ ഒരു മെഗാ അയൺ ഫാം ഉണ്ടാക്കുക, പിന്നെ ഒരു ടണൽ കംപ്ലീറ്റ് ചെയ്യുക. സോ അതാണ് നമ്മുടെ ഇന്നത്തെ മെയിൻ സംഭവം. ടണൽ നമ്മൾ ഓൾറെഡി കംപ്ലീറ്റ് ചെയ്തു. സോ അത് നിങ്ങളെ കാണിക്കാം. എനിക്ക് ഷോ ഫറക്കട്ടെ, ഇത്ര കഷ്ടപ്പെട്ട് ചെയ്തല്ലേ. ഇത് കാണുമ്പോൾ ഞാൻ ഷുവറായിട്ട് പറയാം, നിങ്ങൾ ഉറപ്പായിട്ട് വിചാരിക്കുന്നത് ഇത് ക്രിയേറ്റീവ് ഗെയർ ചെയ്തതാണ്. അല്ല ഗൈസ്, അത് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. കാരണം റീസോഴ്സൊക്കെ നിങ്ങൾ കാണുമ്പോൾ നിങ്ങൾ ഈ ചെറിയവർക്ക് ഇങ്ങനെ ഇത്രയൊക്കെ കഷ്ടപ്പെട്ട് ചെയ്തെന്ന് വിചാരിക്കും. പക്ഷേ ഞാൻ കഷ്ടപ്പെട്ട് തന്നെ ചെയ്തതാണ്. നിങ്ങൾ വിശ്വസിച്ചാലില്ലെങ്കിലും ഞാൻ കഷ്ടപ്പെട്ട് ചെയ്തതാണ് ഗൈസ്, സത്യമായിട്ടും. സോ നമ്മൾ അകത്തോട്ട് കയറുമ്പോഴേ ഇതാണ് നമ്മുടെ ഒരു 4 പോർട്ടൽ. ഇത് നമ്മൾ ചുമ്മാ ഒരു ഡിസൈൻ ഉണ്ടാക്കി വെച്ചിരിക്കുന്നതാണ്. സോ ആദ്യം കയറുമ്പോൾ ഇതാണ് ഗൈസ് നമ്മുടെ മെയിൻ ഡിസൈൻ എന്ന് പറയുന്നത്. ഇതൊക്കെ എൻ്റെ ഓൺ ഡിസൈനാണ് ഗൈസ്. ഞാൻ ഒരു യൂട്യൂബിൽ നോക്കിയിട്ടില്ല, ഒറ്റൊരു ഡിസൈൻ പോലും ഞാൻ കോപ്പി അടിച്ചിട്ടില്ല ഗൈസ്. ഇതൊക്കെ എൻ്റെ ഓൺ ഡിസൈനാണ്. ഇത് സംഭവം എന്ന് വെച്ചാൽ നമ്മുടെ മെയിൻ സംഭവങ്ങളൊക്കെ വരുന്നതാണ്. മെയിൻ പോർട്ടൽ ലെൻസിൻ്റെയൊക്കെ കണക്ട് ചെയ്ത് വരുന്നതാണ്. എൻ്റെതായ ഡിസൈൻ ഉള്ളതുകൊണ്ട് കുറച്ച് മിസ്റ്റേക്സ് ഒക്കെ ഉണ്ടാവും. സോറി, അതൊക്കെ നമുക്ക് അടുത്തടുത്ത ടണൽസൊക്കെ വരുമ്പോൾ ഇമ്പ്രൂവ് ചെയ്യാം. സോ ഇതാണ് മെയിൻ പോർട്ടൽസ് കണക്ട്. ഇതാണ് നമ്മുടെ ഫാർമിംഗ് എല്ലാം. നേരത്തെ ഒരു പോർട്ടൽ കണ്ടില്ലേ, അവിടെയാണ് നമ്മുടെ ഫാർമിംഗ് എല്ലാം വരാൻ പോകുന്നത്. സോ അതൊക്കെ ഫ്യൂച്ചേഴ്സ് എപ്പിസോഡ്സിൽ വരുന്നത്. പിന്നെ ഇത്രയും സ്ട്രൂം ലൈറ്റ്സ് കണ്ടോ, ഇത് ഇത്രയും ഞാൻ വൈദ്യുതി എടുത്തതല്ല, ഡ്യൂപ്ലിക്കേറ്റ് ചെയ്തതാണ് സംഭവം. ഞാനിത് യൂട്യൂബിൽ കണ്ടപ്പോൾ എന്നെ വേൾഡിലും ചെയ്ത് നോക്കാമെന്ന് വെച്ച് കയറിയതാണ്. പക്ഷെ ഇപ്പം അത് വർക്കാവുന്നില്ല, എന്താണെന്ന് അറിയത്തില്ല. ഞാൻ ചുമ്മാ ചെയ്തിട്ട് ഓണാക്കി വെച്ചിട്ടങ്ങ് പോയി നോക്കി വന്നപ്പോഴത്തേക്കും ഏകദേശം ഒരു 4-10 ചാക്കോളം എനിക്ക് കിട്ടി ഗൈസ്. ഇനിയിപ്പോൾ ഇങ്ങോട്ട് പോവുകയാണെങ്കിൽ നമ്മുടെ ഗൺ പൗഡർ ഫാം ഇങ്ങോട്ടാണ്. സോ എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് ഈ ഡിസൈൻ ഞാൻ ആദ്യം കണ്ടുപിടിച്ച് വെച്ചത്. ഇത് എൻ്റെ എല്ലാത്തിലും ചെയ്യാനാണ് വിചാരിച്ചത്. പക്ഷേ ഇത് എല്ലാത്തിനും ചെയ്തിട്ടില്ല, 2 മാത്രമേ ചെയ്തിട്ടുള്ളൂ. ഇവിടെ നിന്ന് കണക്റ്റ് ആവുന്ന എല്ലാ പോർട്ടൽസും നമ്മൾ അത് തന്നെ ചെയ്യത്തുള്ളൂ. ഇത് തന്നെ ചെയ്യത്തുള്ളൂ. പിന്നെ നമ്മുടെ ഫാർംസിന് നോക്കുവാണെങ്കിൽ ഇത് കണ്ട് ഇതിനൊക്കെ കുറച്ച് മാറ്റം വരുത്തിയിട്ടുണ്ട്. ഞാൻ ഒരു ടെറാക്കോട്ട വയമ്പോൾ കണ്ടുപിടിച്ചിട്ട് ഈ ഒരു സംഭവമൊക്കെ ഉണ്ടാക്കി വെച്ചിട്ട് പിന്നെ നമ്മൾ എൻ്റെ റെസിപ്പിയൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. ഷുഗർക്ക് പേപ്പറാക്കുന്ന അങ്ങനെ കുറച്ച് സംഭവങ്ങൾ. പിന്നെ നമ്മുടെ ബോൺവീൽ തീർന്നിട്ടില്ല, നിങ്ങൾ മേടിക്കേണ്ട. ബോൺവീൽ എൻ്റെ കയ്യിലുണ്ട്. ഇത്രയും തന്നെ ഞാൻ നിറച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അന്നത്തെ ദിവസം തന്നെ. പിറ്റേ ദിവസമാണ് സംഭവങ്ങളൊക്കെ പോയത്. സോ ഷുഗർ കെയിന് ഒക്കെ ഉണ്ട്. പൗഡർ വല്ലതും ഉണ്ടാവുന്നുണ്ടോ, കുറച്ചുണ്ട്. ബോണൊന്നും കാണുന്നില്ല, എന്താണെന്ന് അറിയത്തില്ല. സോ ഗൈസ്, ഇനി നമുക്ക് നമ്മുടെ നെക്സ്റ്റ് പോർട്ടൽസിലോട്ട് നോക്കാം. ഇത് അത്യാവശ്യം ദൂരമുണ്ട് ഗൈസ്. നമ്മുടെ അതായത് മറ്റേ നമ്മുടെ എൻ്റെ പോർട്ടലാണോ അതോ എന്ത് സംഭവം പറയുമല്ലോ ആ സംഭവം അതില്ല. എൻ്റെ പോർട്ടലിലോട്ട് പോകുമ്പോൾ ദൂരമൊന്നും ഇതൊന്നും അല്ല ഗൈസ്, അത് നല്ല ദൂരമാണ്. സോ നെക്സ്റ്റ് പോർട്ടൽ എനിക്ക് ഗൈസ് മരമൊക്കെ വെട്ടണം. നമ്മുടെ വീടിനടുത്തുള്ളതൊന്നും മരമൊന്നും കൊള്ളത്തില്ല, അതൊക്കെ നമ്മുടെ ഡെക്കറേഷനാണ്. സോ ഞാൻ എന്ത് ചെയ്ത് എനിക്കൊരു ഐലൻഡ് കണ്ടുപിടിച്ചിട്ട് അവിടുത്തെ മരം മൊത്തം എനിക്ക് വേണം. നമ്മുടെ KGF റോക്കി ബൈസ് ഓർണം വേണമെന്ന് പറയുന്ന പോലെ നമ്മൾ അവിടുത്തെ മരം മൊത്തം നമ്മൾ എടുക്കാൻ പോകുന്നു. സോ വേറെ ഒന്നും നോക്കിയില്ല, നമ്മുടെ ഡയറക്ഷൻ വെച്ച് നോക്കിയപ്പോഴത്തേക്കും അവിടെ ഒരു മരത്തിൻ്റെ ഐലൻഡാണ് നമ്മളിതിങ്ങനെ എടുത്ത്.
നമ്മളിത് ഇതിങ്ങനെ ഡെക്കറേറ്റ് ചെയ്ത് ഇത് കിട്ടാൻ എങ്ങനെയാണെന്ന് അറിയാമല്ലോ. ഇതൊരു മറ്റേ കടലടി പോകുമ്പോൾ മറ്റേ ആക്സിഡൻറ്റിലേക്ക് കൊടുക്കുന്ന മീനുള്ള സ്ഥലത്ത് കിട്ടുന്നതാണ് ഈ സംഭവം. ഇത് കുറച്ചേ കിട്ടിയുള്ളൂ. ഇത് 2-3 കണ്ടിച്ചപ്പോഴാണ് കിട്ടിയത്. ഇതാണ് ഇങ്ങനെ കളർഫുള്ളായിട്ട് വെച്ചിരിക്കുന്നത്. കുറേ കിട്ടിയത് നമ്മൾ ഒരു കളർ തന്നെ വെച്ചേനെ. അപ്പോൾ ഇതെങ്ങനെയാണ് നമ്മുടെ ഡിസൈനൊക്കെ വരുന്നത്. ഇവിടെ ആൻഡസൈറ്റൊക്കെ വെച്ച് ചുമ്മാ ഇതാക്കി വെച്ചിട്ടുണ്ട്. കുഴപ്പമില്ലെന്നും തോന്നുന്നു, എനിക്കറിയത്തില്ല. നിങ്ങൾ കമൻറ്റ് ചെയ്യുക, അതൊക്കെ നമ്മൾ കമൻറ്റ് ചെയ്യണം. ഓക്കെ, ഇപ്പോൾ ഇവിടെ നമ്മൾ സ്ട്രൂബ് ലൈറ്റ് വെച്ചിട്ടുണ്ട്. തികയാത്തപ്പോൾ എടുത്ത് വെച്ചതാണ്. നമുക്കതിൽ ഇങ്ങോട്ട് കയറി കഴിഞ്ഞാൽ നമ്മളൊരു ഐഡൻറ്റിറ്റി എത്തും ഗൈസ്. ഐഡൻറ്റിറ്റിയുള്ള മരത്തിൽ എല്ലാ ടൈപ്പും ഒരു പറയുമ്പോൾ സവാരയുടെ ഭയമൊന്നും ഇല്ല, അങ്ങനത്തെ ഒന്നും ഇല്ല. അത്യാവശ്യം നമുക്ക് ഡെക്കറേഷൻ യൂസ് ചെയ്യുന്ന എല്ലാ ട്രീസും ഉണ്ട്. നമ്മൾ നോക്കുവാണെങ്കിൽ നോക്കാം ഗൈസ്. ഇതൊരു ചെറിയൊരു സ്ഥലത്താണ്. അവിടെ ഇത്രയും മരമുണ്ട് ഗൈസ്. ബ്രിച്ച് ഓക്കിനോക്കിന് സ്പ്രൂസ് വരെ ഉണ്ട്. സ്പ്രൂസ് മരം വരെ ഉണ്ട്. അതാണ് ഇത് സെലക്ട് ചെയ്തത് മെയിൻലി. സാധാരണ ബ്രിച്ച് ഓക്ക് മാത്രം എടുക്കാനാണ് വിചാരിച്ചത്. എന്നാലും കുഴപ്പമില്ല, സ്പ്രൂസും കിട്ടിയിട്ടുണ്ട് നമുക്ക്. ഇത്രയും മരം ഉണ്ട് ഗൈസ്. നമുക്ക് എപ്പോൾ വേണമെങ്കിലും വന്ന് വെട്ടാം. അതാണ് അപ്പോൾ ആ കാര്യങ്ങളൊക്കെയാണ് ഇവിടെ വരുന്നത്. ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് പോർട്ടലിലോട്ട് പോവാം. സോ ഗൈസ്, എനിക്ക് പെട്ടെന്നൊന്നും ഇതുവരെ ഇതെന്റെ മറ്റേ നെക്സ്റ്റ് പോർട്ടൽ എന്ന് പറയുന്നത് നമ്മുടെ മൈനൊക്കെ ചെയ്യാൻ ഉണ്ടാക്കിയിട്ടില്ല. സോ നമ്മൾ ഇതുവരെയാണ് ഈ വേൾഡിൽ മൈനിങ് ഏരിയ ഉണ്ടാക്കിയിട്ടില്ല. ഇതുവരെ എപ്പിസോഡിൽ മൈനിങ് ഏരിയ ഉണ്ടാക്കിയിട്ടില്ല. സോ നമുക്ക് ചെറിയ മൈനിങ് ഏരിയ ഒന്നും പോരെ, നമുക്കൊരു വലിയ കേവ് വേണം. ചെറിയ മൈനിങ് ഏരിയകളെ ബെഡ്റൊക്കെ കെട്ടി ഇത് വലിയൊരു കേവ് ആണ്. സത്യം പറയുന്നത് വലിയൊരു കേവ് നമുക്ക് അങ്ങനെ എന്നപ്പോഴാണ് എക്സ്പെൻസീവ് ആയിട്ടുള്ള സംഭവം നമ്മൾ ഇട്ടാണ്. ഏറ്റവും എക്സ്പെൻസീവ് ആയിട്ടുള്ള ഇതാണ് ഡയമണ്ട്. ഗോൾഡ് ഉണ്ട്, അയൺ ഉണ്ട്. ഇവിടെ ഡയമണ്ട് സത്യം പറഞ്ഞ എക്സ്പെൻസീവ് ആയിട്ടുള്ള ഡിസൈൻ ഒക്കെ നോക്ക്. എക്സ്പെൻസീവ് ഡിസൈൻ ആയിട്ട് വന്നിരിക്കുന്നത് ബാക്കിയെല്ലാം നമുക്ക് ഒപ്പിക്കാൻ ഭയങ്കര പാടാണ് ഒപ്പിക്കാൻ. പിന്നെ മോസ് ബ്ലോക്ക് അങ്ങനത്തെ കുറെ സംഭവങ്ങളൊക്കെ ഇത് ഞാൻ എത്തിച്ച് കാണിച്ചു തരാം. ഇതൊരു സംഭവം വലിയൊരു കേവാണ്. ലാസ്റ്റ് ഒരു കാര്യം പറയുന്നത് അങ്ങനെയൊക്കെയാണ് ഇതിന് കിട്ടിയത്. സോ നമുക്ക് എന്തായാലും നമുക്ക് ഡീപ്പ് സ്ലേറ്റോ ഡയമണ്ട്സോ ഇതൊക്കെ നമ്മൾ സംഭവം ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ എന്തെങ്കിലുമൊക്കെ വേൾഡ് തുടങ്ങുന്നുണ്ടെങ്കിൽ അഥവാ നിങ്ങളല്ലേ യൂട്യൂബ് ചാനലോ അല്ല. ഓക്കെ, അയ്യോ എടാ പോടാ. ഓ, ഈ മറ്റേ ബ്രൂട്ടിനെ കൊണ്ട് ഒരു കാര്യം പറയാൻ സമ്മതിക്കില്ല. ഇവന്മാരെ കൊണ്ട് വീടെടുക്കാൻ സമ്മതിക്കത്തില്ല, അല്ലെങ്കിൽ ഇവന്മാരെ അടിക്കുക. പിന്നെ ഇവിടെ ബോട്ടിൽ പണി കൊടുത്തപ്പോ ഏറ്റവും വലിയ ശല്യം മറ്റേ പന്നിയുടെ വലുതും നമുക്ക് നല്ലൊരു കാര്യം ഇനി ഇവന്മാരും ആയിരുന്നു. ബാക്കിയുള്ളൊരു ശല്യമൊന്നും ഇല്ലെന്ന്. അവന്റെ പിഗ്ലിൻസ് മറ്റേ അവന്മാരെ അടിച്ചാലേ വലിത്തുള്ളൂ. ഇവന്മാര് ഗോൾഡ് ഇടാത്തോണ്ടേ. എനിക്കാണെങ്കിൽ ഗോൾഡ് ഇട്ട് കഴിഞ്ഞാൽ എന്റെ സുഖം ഡയമണ്ട്. എനിക്കാണെങ്കിൽ എപ്പോഴും നെതറീറ്റി തന്നെ ഇരിക്കണേ. അപ്പൊ അവര് പോയി കാണുന്നുണ്ട്. സാധാരണ സ്പോണെ പോയി കാണും. പിന്നെ ഇവിടെ ഒരു സെപ്പറേറ്റ് പ്രത്യേകിച്ച് ഇവിടെ അപ്പുറത്ത് ജിയോയിഡും ഉണ്ടായിരുന്നല്ലോ. ജിയോയിഡും ഉണ്ട് ഇവിടെ. നമുക്ക് ജിയോയിഡും ഒന്ന് എടുക്കാം. സോ ജിയോയുടെ ലെൻസിന്റെ പേര് അമിത്തിസ്റ്റ്. ഓക്കെ, സോ നമുക്ക് എന്തായാലും തിരിച്ചു പോവാം. മൂവിങ് ടു നെക്സ്റ്റ് പോർട്ടൽ. സോ ഗൈസ്, ഇതൊന്നും കണ്ടതല്ല, ഇനി കാണാൻ പോകുന്നതാണ് മോനെ സീന്. അതാണ് ഗൈസ് ഇതിൽ പോർട്ടൽസിൽ ഏറ്റവും കൂടുതൽ കഷ്ടപ്പെടുവാനാണ് ഗൈസിനെ. ഇത് നമ്മുടെ എൻഡ് പോർട്ടലിലോട്ട് പോകാനുള്ള പോർട്ടൽ ഇതാണ് സീന്. സത്യം പറഞ്ഞാൽ ഇത് സെക്കൻഡ് മോസ്റ്റ് എക്സ്പെൻസീവ് ആണ്. കാരണം ഈ സീലാൻഡ് കാരണമാണ് ഇത് എക്സ്പെൻസീവ് ആയത്. സീലാൻഡ് നോക്കി കഴിഞ്ഞാൽ ഇവിടെ 1 2 3 4 5 5 10 സീലാൻഡ് ഇവിടെ തന്നെ വരും. അല്ലാതെ ഇവിടെ 1 2 3 4 4 8 ഓക്കെ ഏകദേശം ഒരു 40-30ഓളം സീലാൻഡിന് ഇവിടെ യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ ഈ പർപ്പിൾ ബ്ലോക്ക് അതും പിന്നെ നമ്മുടെ ഇന്ത്യൻ സിറ്റിയിൽ നിന്ന് കിട്ടുമെങ്കിലും പക്ഷെ അത്യാവശ്യം നല്ല റെയർ തന്നെയാണ്. ഇത് പിന്നെ നമ്മുടെ സാധാ ബ്ലോക്ക് നെതറിൽ നിന്ന് കിട്ടുന്ന മറ്റേ സംഭവമാണ്. ഇത് അത്യാവശ്യം റെയർ തന്നെയാണ്. കിട്ടാൻ വരെ പല പിന്നെ നമ്മൾ കിട്ടിയ എൻ്റെ സിറ്റിയിലൊക്കെ റെഡി ചെയ്തെടുത്താണ് ഇതൊക്കെ. ഇനി നമുക്ക് മേലോട്ട് പോകാം. സത്യം പറഞ്ഞാൽ ഇത് ഉണ്ടാക്കാൻ ഭയങ്കര പാടായിരുന്നു ഗൈസ്. ഇത്രയും കണ്ടേന്ന് വെറൈറ്റി ഡിസൈനായിട്ട് കണ്ടുപിടിച്ചത് ഞാൻ ഇവിടെയാണ് ഗൈസ്. സത്യം പറഞ്ഞാൽ വെറൈറ്റി ഡിസൈൻ അതല്ല, എൻ്റെ അളവ് തെറ്റിപ്പോലാണ് സത്യം പറയുന്നതിൽ. നിങ്ങൾക്കിവിടെ നോക്കിയാൽ കാണാം ഗൈസ്. ഇവിടെ 2 ബ്ലോക്ക് ഇതേ ഉള്ളൂ, ഡിസ്റ്റൻസേ ഉള്ളൂ. സോ എനിക്ക് നേരത്തെ കണ്ടുപോലെ സ്റ്റേഴ്സ് വെച്ചിട്ട് 2 ജോയിൻ്റ് ആയിരിക്കുന്നു. സോ ഞാൻ അങ്ങനെ കണ്ടുപിടിച്ചൊരു ഡിസൈനാണ്. പക്ഷേ എനിക്ക് മറ്റേതിനെക്കാട്ടിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഇതാണ് ഗൈസ്. നമുക്കിങ്ങനെ നടക്കുമ്പോൾ ഇങ്ങനെ സൈഡിലൊക്കെ മറ്റേ WWE വരുമ്പോൾ ലൈറ്റില്ല, അതൊക്കെ എനിക്ക് അങ്ങനെ സംഭവം ഭയങ്കര ഇഷ്ടമാണ്. സോ അത് ഞാൻ കണ്ടുപിടിച്ചെടുത്തരാം. പിന്നെ എൻ്റെ റോൾ എങ്ങനെ കിട്ടിയെന്ന് അറിയാമല്ലോ. ഇതാണ് ഏറ്റവും കൂടുതൽ എല്ലാവർക്കും അറിയാം ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യാൻ പറ്റിയ സംഭവം. ഈ സ്ട്രൂം ലൈറ്റും ഇത് മാത്രമേ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്തിട്ടുള്ളൂ. സോ ആക്ച്വലി ഓക്കെ, ഒരു മിനിറ്റ് ഇവിടെ ഇതൊന്നും ഇട്ടൊരു പറന്ന് നോക്കാം. എഴുത്ത് നോക്കട്ടെ. അയ്യോ ശരി, പറക്കാൻ പറ്റിയില്ല. എടാ പറക്കാൻ പറ്റുന്നില്ലല്ലോ.
ഇവിടെ പറക്കാൻ നോയോ വേണ്ട വരട്ടെ എൻ്റെ പൊന്നിലെയാ മതിയേ ഇവിടെ കുറേ വളമുണ്ട് കേസ് ഇപ്പോഴൊന്നും എത്തത്തില്ല. എന്തായാലും നിങ്ങളെ ഇത് മൊത്തം എത്തുന്നവരെ കാണിക്കും. കാരണം എത്ര കഷ്ടപ്പെട്ടൊക്കെ ഉണ്ടാക്കിയില്ലേ ഇതനുസരിച്ച് കഷ്ടപ്പെട്ടൊക്കെ ഉണ്ടാക്കില്ല നിങ്ങളെ കാണിക്കില്ല. പിന്നെ ഇവിടേക്ക് നമ്മൾ കുറച്ച് സീലാൻഡൊക്കെ വെച്ചിട്ടുണ്ട്. ബാക്കിയാണ് കുറച്ച് സീലാൻഡ് എടുത്ത് വെച്ചിരിക്കുന്നത്. സോ ഇനി നമുക്ക് അടുത്ത പറക്കൽ നോക്കാം. സക്സസ്ഫുൾ പകുതിയെങ്കിലും റോക്കറ്റ് കുറവല്ലേ കുഴപ്പമില്ല. ഇവിടെ എനർജി സ്റ്റീരിപ്പുണ്ട്. ഇവിടെ സീലാൻഡ് വെച്ചിട്ടുണ്ട് ഇവിടെയൊക്കെ. അതുപോലെ അവിടെയൊക്കെ വെച്ചിട്ടുണ്ട്. കുറച്ചൊക്കെ ബാക്കി വന്നിട്ടുണ്ടായിരുന്നു. അതാണ് നമ്മൾ എടുത്ത് വെച്ചത്. അതിപ്പോൾ ഒരു 40 കിട്ടി കഴിഞ്ഞാൽ ഒരു 3 ബാക്കി കാണും. നമ്മളത് ഇവിടെ സ്ഥലമില്ലാത്തതോടെ ഞാൻ അങ്ങനെ എടുത്ത് വെച്ചതാണ്. നിങ്ങൾ എനിക്ക് ഇത്രയും നടന്നിട്ട് ഞാൻ എത്തുന്നില്ല. ഇത്രയും നല്ല ഇച്ചിരി ദൂരമുണ്ട്. നമ്മൾ ആദ്യം എടുത്തെത്താറായി. ഇത് ഇങ്ങനത്തെ ഒരു വള വരുമ്പോഴാണ് അത് എത്തി യെസ്. ഇവിടെ നമ്മൾ വെറൈറ്റി ഡിസൈൻ കൊണ്ടുവന്നിട്ടുണ്ട്. ഇത്രയും കണ്ടത് ഡിസൈൻ അല്ല. ഇവിടെ നമ്മൾ ഇതാണ് സത്യം പറഞ്ഞാൽ ഞാൻ ആദ്യം കണ്ടുപിടിച്ച ഡിസൈൻ. ഇത് കഴിഞ്ഞിട്ടാണ് ഇപ്പോഴാണ് എനിക്ക് ആ പണി കിട്ടിയത്. ഇവിടെ കറക്റ്റ് 3 ബ്ലോക്കായി, അവിടെ 3 ബ്ലോക്ക് ആയില്ല. അതാണ് എനിക്ക് വിഷയം കിട്ടിയത്. സോ നമുക്കിനി അങ്ങോട്ട് പോവുകയാണെങ്കിൽ നമ്മുടെ എൻ്റെ പോർട്ടലാണ് സംഭവം. ഞാൻ നിങ്ങളെ കാണിക്കുന്നില്ല കാരണം നിങ്ങൾ ഓൾറെഡി കണ്ടിട്ടുള്ളതാണ്. ഈ ഡിസൈൻ കാണിക്കാനാണ് വന്നത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. സോ ഇനി തിരിച്ചെത്തിയിട്ട് നിങ്ങളെ കാണിക്കാം ഗൈസ്. ഓക്കെ ഗൈസ്, നമ്മളങ്ങനെ തിരിച്ചെത്തിയിട്ടുണ്ട്. കുറേ ദൂരമുണ്ട് ഗൈസ് നടക്കാൻ. ഇവിടെ റോക്കറ്റ് തീർന്ന്. സോ ഇനി നമുക്ക് നമ്മുടെ സ്ഥിരം ഐറ്റം ഇന്നൊരു കൊച്ചു വീഡിയോ അനുസരിച്ച് നമ്മളിതൊന്ന് കാണിക്കാൻ വേണ്ടിയാണ് ഇതാക്കിയത്. ഇനി തൊട്ട് നമ്മുടെ പ്രൊജക്റ്റ് ബോർഡിലുള്ള സംഭവങ്ങൾ നമുക്ക് കംപ്ലീറ്റ് ആക്കാനാണ് നമ്മുടെ ഗോൾ എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഒരു മിനിറ്റ് പ്രൊജക്റ്റ് ബോർഡിനെ കുറിച്ച് മെക്കാനിസം കാണിച്ചു തരാം ഗൈസ്. അത് കഴിഞ്ഞിട്ട് നമ്മുടെ സ്ഥിരം ഐറ്റം പറയാം. സോ നമുക്ക് ഉറങ്ങണം. ഓക്കെ ഗൈസ്, നമ്മളങ്ങനെ ഉറങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ഒരു മിനിറ്റ് മറ്റേ അതിൻ്റെ പേര് പട്ടിക്കില്ല ദാമോദരന് ഫുഡ് കൊടുത്തില്ല, മറന്നുപോയി. ഓക്കെ, നമ്മൾ ഈ ദാമോദരനാണ് ഈ സ്റ്റീക്ക് എടുത്ത് വെച്ചത്. സംഭവം 3 ആഴ്ച എടുത്തൊരു പരിപാടിയാണ് ഗൈസ്. ആദ്യത്തെ ആഴ്ച മൊത്തവും മറ്റേ ഡിസൈനിങ്ങും കാര്യങ്ങളൊക്കെ ആയിരുന്നു. സെക്കൻഡ് ആഴ്ച മൊത്തം അതിന് വേണ്ടിയുള്ള ഗ്യാതറിങ് കാര്യം. അതായത് ഇപ്പോൾ ഞാൻ ഒരാഴ്ച ഉണ്ടെങ്കിൽ 3 ദിവസം റെസ്റ്റ് എടുത്തിട്ട് ഉള്ള ബാക്കിയുള്ള 2 ദിവസം കൊണ്ട് നമ്മൾ ഉണ്ടാക്കിയെടുക്കും. അങ്ങനെയാണ് എൻ്റെ ഉണ്ടാക്കിയെടുക്കും. അതാണ് നമ്മുടെ സംഭവം. ഏകദേശം ഞാൻ 3 ആഴ്ച മാക്സിമം യൂട്ടിലൈസ് ചെയ്താണ് ഇത് ഉണ്ടാക്കി വെച്ചത്. ഓക്കെ, ഇനിയിപ്പം തന്നെ നമ്മുടെ പ്രൊജക്റ്റ് ബോർഡിലെ മെക്കാനിസം ഒക്കെ നിങ്ങളെ കാണിച്ചു തരാം. ഇത് ഇറങ്ങാൻ അന്നും ഇന്നും ഭയങ്കര പാടാണ്. ഓക്കെ ഗൈസ്, ഇവിടെ ഡയമണ്ട് ഒക്കെ ഇരിപ്പുണ്ട്. ഓക്കെ, എന്തായാലും നമ്മുടെ ലെതർ ടണൽ അത് നമുക്ക് ഈ സംഭവങ്ങൾ കംപ്ലീറ്റ് ചെയ്യുമ്പോൾ നമ്മളിത് ഈ ഓരോ ഗ്ലാസ് എടുത്ത് നമ്മളിങ്ങനെ മാറ്റും. ഓക്കെ, നമ്മുടെ ലെതർ ടണൽ കംപ്ലീറ്റ് ചെയ്ത് നമ്മൾ ഈ ഗ്ലാസ് എടുത്ത് മാറ്റിയിട്ട് നമ്മളിതേ ഇവിടെ ഇങ്ങനെ വെച്ച് ഒരു കൊട്ടാരം പോലെ ഉണ്ടാക്കും. ഓക്കെ, പിന്നെ കഴിച്ച് നമ്മളവിടെ വില്ലേജറിനൊക്കെ നമ്മൾ മാറ്റിയിട്ടുണ്ട് കേട്ടോ. ഓക്കെ, അങ്ങനെ നമ്മൾ മൊത്തം കംപ്ലീറ്റ് ചെയ്ത് ഇങ്ങനെ ഇതൊക്കെ ബാക്കി വെക്കുമ്പോഴത്തേക്കും ഈ ലിവർ വരെ എത്തുമ്പോഴത്തേക്കും നമുക്ക് 1 ഡയമണ്ട് കിട്ടും. ഇത് 4 കംപ്ലീറ്റ് ചെയ്ത് വെക്കുമ്പോഴത്തേക്കും 1 ഡയമണ്ട് കിട്ടും. അങ്ങനെ 2 സെറ്റ് ഉണ്ടാവും. അപ്പോൾ നമുക്ക് ഇതെടുത്ത് മാറ്റിയേക്കാം. ഇത് നമുക്ക് കംപ്ലീറ്റ് ചെയ്തുകൊണ്ട് ഓൾറെഡി എടുത്ത് മാറ്റിയേക്കാം. അയ്യോ, അത് മാറ്റണല്ലേ. അത് കുഴപ്പമില്ല. അങ്ങനെയാണ് ഒരു സെറ്റ് വരുന്നത്. അതുപോലെ തന്നെ അടുത്ത സെറ്റ് കംപ്ലീറ്റ് ചെയ്യുമ്പോഴത്തേക്കും അടുത്തൊരു ഡയമണ്ട് കിട്ടും. അപ്പോൾ നമ്മളിത് ഈ കംപ്ലീറ്റ് റെയ്ഡ് ചെയ്യുവാണെങ്കിൽ അടുത്തൊരു ഗ്ലാസും തീർക്കുക. അങ്ങനെ തന്നെ 3 കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് രണ്ടിലേതിൽ ഡയറക്ഷനിൽ ഇരിക്കുന്ന 1 ഡയമണ്ട് നമുക്ക് അങ്ങനെ കിട്ടും. അതാണ് നമ്മുടെ മെക്കാനിസം എന്ന് പറയുന്നത്. നമ്മുടെ ചലഞ്ചാണ് ഗൈസ്. നമ്മൾ ഏകദേശം ഇത് വെച്ച് 1 സ്റ്റാക്ക് അല്ലെങ്കിൽ 1/2 സ്റ്റാക്ക് എന്തായാലും ഡയമണ്ട് അവിടെ ഒപ്പിച്ചിരിക്കും. ഇനി എന്തായാലും നമ്മുടെ സ്ഥിരം ഐറ്റം. സോ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഭയങ്കര ഇഷ്ടപ്പെടുന്ന കൂട്ടുകാർക്ക് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. ബൈ.